നമസ്കാരം. എഫ് ഫാർമ വൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC DME DHS ഗവൺമെൻറ് അനലിസ്റ്റ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസിനുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അതുപോലെ എന്തൊക്കെ ആഡ് ചെയ്യണമെന്നുള്ള സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഞ്ചക്ഷൻ ഇൻസുലിൻ കംസ് അണ്ടർ ഷെഡ്യൂൾ. ഏത് ഷെഡ്യൂളിൻ്റെ അണ്ടറിലാണ് ഇഞ്ചക്ഷൻ ഇൻസുലിൻ വരുന്നത്? ഹോർമോണൽ പ്രിപ്പറേഷൻസ് വരുന്നത് ഷെഡ്യൂൾ ജിയിലാണ്. ലിസ്റ്റ് ഓഫ് ഹോർമോണൽ ഡ്രഗ്സ് ആസ് വെൽ ആസ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഇൻ ഷെഡ്യൂൾ ജി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആൻഡ് റൂൾസ് വെർ പാസ്ഡ് ഇൻ ആക്ട് 1940 ആൻഡ് റൂൾസ് 1945. Next question, Pharmacy Council of India is reconstituted every 5 yearsലാണ് Pharmacy Council of India reconstitute ചെയ്യുന്നത്. ഫസ്റ്റ് Pharmacy Council of India കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ് 1949. Pharmacy Council of Indiaക്ക് പറയുന്ന വേറൊരു പേരാണ് സെൻട്രൽ കൗൺസിൽ. കറണ്ട് പ്രസിഡന്റ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രൊഫസർ B. സുരേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് സാമ്പിൾസ് ടേക്കൺ ബൈ ദ ഡ്രഗ് ഇൻസ്പെക്ടർ ഫോർ അനാലിസിസ് ആർ സെൻഡിങ് ടു. അതായത് ഡ്രഗ് ഇൻസ്പെക്ടർ എടുക്കുന്ന ഡ്രഗ് സാമ്പിൾസ് അനാലിസിസിന് വേണ്ടി എവിടേക്കാണ് സെൻഡ് ചെയ്യുന്നത്? നമുക്കറിയാം, ഗവൺമെൻറ് അനലിസ്റ്റിനാണ് സെൻഡ് ചെയ്യുന്നത്. സോ ഗവൺമെൻറ് അനലിസ്റ്റ്. റിപ്പോർട്ട് ഓഫ് എ ടെസ്റ്റ് ഓർ അനാലിസിസ് ബൈ ആൻ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് എസ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി ഇസ് സബ്മിറ്റഡ് ഇൻ ഫോം 39 സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗവൺമെൻറ് അനലിസ്റ്റ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ 20. അതുപോലെ ഡ്രഗ് ഇൻസ്പെക്ടർ ഇസ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ 21. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1954. റൂൾ വാസ് പാസ്ഡ് ആൻഡ് കം ഇൻ ടു ഫോഴ്സ് ഇൻ 1955. 1st April 1955 അപ്പം ആക്ട് 1954 റൂള് 1955. ഇനി നേരത്തെ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ പറഞ്ഞല്ലോ അനലൈസ് ചെയ്യാനായിട്ട് ഡ്രഗ് ഇൻസ്പെക്ടർ അനലിസ്റ്റിനാണ് കൊടുക്കുന്നതെന്ന്. ഇൻസ്പെക്ടേഴ്സ് സെൻഡ് ചെയ്യുന്നത് സാമ്പിൾ ടു അനലിസ്റ്റിന് സാമ്പിൾസ് സെൻഡ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ ഡയറക്ട്ലി ബൈ ഹാൻഡിലോ സീൽഡ് പാക്കറ്റിലായിരിക്കും, എൻക്ലോസ് ടുഗദർ വിത്ത് മെമ്മോറാണ്ടം. ഫോം 18 മെമ്മോറാണ്ടം പ്രകാരം എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡയറക്ട്ലി ബൈ ഹാൻഡ്. The next, the act to regulate the profession in pharmacy is Pharmacy Act 1948 ആണ് the act to regulate the profession in pharmacy എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 4 ഓഫ് UGC ആക്ട് പ്രകാരമാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1956 UGC ആക്ട് പ്രകാരം. അടുത്തത് കുറച്ച് ടേംസ് ആണ്, DTAB, DCC, അതുപോലെ CDSO. DTAB എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ് ടു അഡ്വൈസ് ഗവൺമെൻറ് ഓൺ ടെക്നിക്കൽ മാറ്റേഴ്സ് അറൈസിംഗ് ഔട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആക്ട്. അതായത് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആൻഡ് റൂൾസ്. DTABയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സയൻസ് സർവീസ് ആണ്. ഡോക്ടർ ജഗദീഷ് പ്രസാദ് ആണ് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. അപ്പോൾ ചെയർമാൻ ഓഫ് DTAB എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. ഇനി അടുത്ത ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി എന്ന് പറയുന്നത് അഡ്വൈസറി ആം ഓഫ് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ നമ്മുടെ കറണ്ട് ഡ്രഗ് കൺട്രോളർ ആരാണ്? ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വേണുഗോപാൽ G. സോമനിയാണ്. ഡ്രഗ് കൺട്രോൾ ഓഫ് കേരള എന്ന് പറയുന്നത് KJ ജോൺ ആണ്. CDSO എന്ന് പറയുന്നത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഷെഡ്യൂൾസ് നോക്കാം. ഷെഡ്യൂൾ A എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് വേരിയസ് ഫോംസ് ആൻഡ് ഫോർമാറ്റ്സ് ഓഫ് ലെറ്റർ ഫോർ ആപ്ലിക്കേഷൻ ഓഫ് ലൈസൻസ്. ഷെഡ്യൂൾ B എന്ന് പറയുന്നത് ഗവൺമെൻറ് റണ്ണിംഗ് ലാബ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ. ഇറ്റ് കണ്ടെയ്ൻസ്. ഷെഡ്യൂൾ Cയിൽ വേരിയസ് ബയോളജിക്കൽ പ്രോഡക്ട്സ് ആൻഡ് ദ റെഗുലേഷൻ, അതായത് സെറം, അഡ്രിനാലിൻ, വൈറ്റമിൻ അതുപോലുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സും അതിൻ്റെ റെഗുലേഷനും. D എന്ന് പറയുന്നത് ഡ്രഗ്സ് ദാറ്റ് ആർ എക്സ്റ്റെംപ്റ്റഡ്, ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ എക്സ്റ്റെംപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻ ഓഫ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ്. E എന്ന് പറയുന്നത് വേരിയസ് പോയിസൺസ് അതുപോലെ അതിൻ്റെ റെഗുലേഷൻ, ഫോർ എക്സാമ്പിൾ സ്നേക്ക് വെനം. F എന്ന് പറയുന്നത് റെഗുലേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റണ്ണിങ് എ ബ്ലഡ് ബാങ്ക്, ഒരു ബ്ലഡ് ബാങ്ക് റൺ ചെയ്യാനായിട്ടുള്ള റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. F1 ഉണ്ട് റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വാക്സിൻസ്. F2 ഉണ്ട് റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ സർജിക്കൽ ഡ്രസ്സിംഗ്. F3 ഉണ്ട് ഫോർ അംബ്ലിക്കൽ ടേപ്സ്. F ഉണ്ട് റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഒപ്താൽമിക് ഓയിൽമെൻറ്റ് ആൻഡ് സൊല്യൂഷൻസ്. ഇനി അടുത്തത് ഷെഡ്യൂൾ F എന്ന് പറയുന്നത്
ഷെഡ്യൂൾ ജി എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസസ് റിക്വയർഡ് ടു ബി ടേക്കൺ ഓൺലി അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ ഓഫ് RMP, അതായത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. എച്ച് എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ആണ് വിച്ച് ആർ ടു ബി സോൾഡ് ബൈ ദ റീറ്റെയിലർ ഓൺലി വിത്ത് എ പ്രിസ്ക്രിപ്ഷൻ ഫ്രം RMP. ഷെഡ്യൂൾ ജെ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഡിസീസ് എലമെൻറ്റ്സ് വെൻ വിച്ച് എ ഡ്രഗ് മേ നോട്ട് ക്ലെയിം ടു പ്രിവെൻറ്റ് ഓർ ക്യൂർ. Schedule K is list of drugs exempted from central provisions applicable to manufacture of drugs and sales of drugs. Schedule M നമുക്കറിയാം good manufacturing practices and requirements of premises, plant and equipment for pharmaceutical products. Schedule N, it contains various regulations and requirements for a pharmacy. O എന്ന് പറയുന്നത് standard of disinfectant fluid. Schedule P എന്ന് പറയുന്നത് life period of drugs. Schedule Pയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഷെഡ്യൂൾ P1 ഉണ്ട്. P1 എന്ന് പറയുന്നത് പാക്ക് സൈസ് ഓഫ് സർട്ടൺ ഡ്രഗ്സ് ആണ് തരുന്നത്. ദെൻ നെക്സ്റ്റ് ഷെഡ്യൂൾ Q എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് കോൾ ടാർ കളേഴ്സ് ആണ് പെർമിറ്റഡ് ടു ബി യൂസ്ഡ് ആസ് പെർ DNC ആക്ട്. ദെൻ ഷെഡ്യൂൾ R ഇസ് ദ സ്റ്റാൻഡേർഡ് ഫോർ കോണ്ടംസ്. ഷെഡ്യൂൾ S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോർ കോസ്മെറ്റിക്സ്. ഷെഡ്യൂൾ T എന്ന് പറയുന്നത് റെഗുലേഷൻ ആൻഡ് റിക്വയർമെൻറ്റ്സ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി പ്രോഡക്ട്സ്. അടുത്ത ഷെഡ്യൂൾ യു എന്ന് പറയുന്നത് അനലിറ്റിക്കൽ റെക്കോർഡ് ഓഫ് ഡ്രഗ്സ് ആണ്, ഡ്രഗ്സിൻ്റെ അനലിറ്റിക്കൽ റെക്കോർഡ്. ഷെഡ്യൂൾ V എന്ന് പറയുന്നത് പേറ്റൻറ്റ് ഓഫ് ഡ്രഗ്സിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. ഷെഡ്യൂൾ W എന്ന് പറയുന്നത് ദ ഡ്രഗ്സ് ദാറ്റ് ക്യാൻ ബി മാർക്കറ്റഡ് അണ്ടർ ജനറിക് നെയിംസ് ഓൺലി. ഷെഡ്യൂൾ X എന്ന് പറയുന്നത് ദ ഡ്രഗ്സ് വിച്ച് ഷുഡ് ബി സോൾഡ് ഓൺ റീറ്റെയിൽ ഓൺ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ഷെഡ്യൂൾ വൈയിൽ എന്താണുള്ളത്? കണ്ടെയ്ൻസ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഗൈഡ്ലൈൻസ് ഫോർ ക്ലിനിക്കൽ ട്രയൽസ്. അപ്പോൾ DNC ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 ആൻഡ് റൂൾസ് 1945 പ്രകാരമുള്ള ഷെഡ്യൂൾസ് ആണ് നമ്മൾ കണ്ടത്. ഇതാണ് ഡിഫറെൻറ്റ് ഷെഡ്യൂൾസ്. സോ നമുക്ക് പാർട്ട് 3 ഡിസ്കഷൻ, പാർട്ട് 4 ഡിസ്കഷൻ 3 കഴിഞ്ഞു. പാർട്ട് 4 ഡിസ്കഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. കോമൺ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ ഇൻ്റർവ്യൂ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.